ഹായ് ഹലോ സീരിയൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അനിയുടെ കല്യാണമാണല്ലോ. അപ്പോൾ ഇങ്ങനെ നന്ദുവിനോട് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോളൊന്നും വിഷമിക്കരുത്, നല്ല സന്തോഷത്തോടെ തന്നെ കല്യാണത്തിന് പോകണം അങ്ങനെയൊക്കെ പറയുകയും നമുക്ക് കല്യാണം കഴിഞ്ഞ് സദ്യ അയച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് അച്ഛനും അമ്മയും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കുറച്ച് നേരെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ആദർശിൻ്റെ കൂടെ അനിയും കൂടി ഒരു താല്പര്യമില്ലാതെ തന്നെ മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പിന്നീട് കാണിച്ചത് ഓഡിറ്റോറിയമാണ്. അവിടെ നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് അവിടെ അനാമിക എത്തുന്നുണ്ട്. അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ്. ഇതിനിടെ ഒരു സ്ത്രീ വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ ഒപ്പിച്ചു, ഈ ബന്ധം അനന്തപുരിക്കാരുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, എല്ലാം എൻ്റെ മകളുടെ മിടുക്കാണ്, സൗന്ദര്യം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വീണതാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ മകളുടെ സ്വഭാവമൊക്കെ കണ്ടിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. വേറൊരാൾ വന്ന് പറയുകയാണ് അച്ഛനോട്, പിന്നെ മരുമകളുടെ സ്വർണ്ണം എടുത്തിട്ട് തന്നതാണ്, 10 പവൻ്റെ സ്വർണത്തിന് ഇപ്പം എത്ര വിലയാണെന്നറിയാലോ, അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ പാട് അത് തിരിച്ചു വേണം എന്നൊക്കെ പറയുകയും അച്ഛൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ പൊന്നുകൊണ്ട് മൂടുന്ന വീട്ടിലേക്കാണ് പോകുന്നതെന്ന് അറിയാലോ, അപ്പോൾ ഇതിനൊന്നും ഒരു പ്രശ്നം വരില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെയും ഇങ്ങനെ സമാധാനിപ്പിച്ച് വിടുകയാണ്. എന്നാലും അമ്മയ്ക്കൊരു ടെൻഷനുണ്ട്. അനാമികയോട് പറയുന്നുണ്ട്, ഇനിയിപ്പം ആ തട്ടിക്കൊണ്ട പോയ ആൾ വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അനി അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. അനി അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നന്ദുവിനോട് വീണ്ടും നേരെ പറയുകയാണ്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്ന ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്യാണ്, ഹാരണിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് നന്ദുവിന് ഇതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നന്ദു ഇങ്ങനെ ആലോചിക്കുന്ന, അനി വേറൊരാളുടേതാവുന്നത് കണ്ടു നിൽക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും കുറച്ച് മാറി നിൽക്കുകയാണ് നന്ദു. അങ്ങനെ അവർ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയും അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താണ് എനിക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ, അത് ഒന്നുമില്ല, വിഷമമൊന്നുമില്ല, അതറിയാലോ, മുത്തശ്ശന് ഹോസ്പിറ്റലാണുള്ളത്, അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താ പറയുക, അച്ഛൻ പറയുന്നുണ്ട്, അല്ല അവസാന നിമിഷം അനാമിക പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ ഒരു താല്പര്യക്കുറവുണ്ടെന്നൊക്കെ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയാണ് കേട്ടോ, ഇത്ര ആളുടെ മുന്നിൽ വെച്ചിട്ടാണ് നീ പറയുന്നത്, ഇതൊക്കെ എവിടെയെങ്കിലും സംഭവിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല, ഇത്രയും ക്ഷണിച്ച ആളുടെ മുന്നിൽ വെച്ചാണ് പറയുന്നത്, അനാമികയോടുള്ള ഇഷ്ടക്കുറവൊക്കെ കാര്യങ്ങളൊക്കെ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി മുത്തശ്ശൻ്റെ കാര്യം കൊണ്ടാണ് വിഷമം എന്നൊക്കെ പറഞ്ഞ് മുഹൂർത്തം അതുകൊണ്ടാണ്, മുത്തശ്ശൻ്റെ നിർബന്ധം കൊണ്ടാണ് മുഹൂർത്തം തെറ്റിക്കാതെ ഇന്ന് തന്നെ നടത്താനിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് അടുത്ത ചടങ്ങുകളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അപ്പോഴാണ് നന്ദു എവിടെയെന്ന് ഞാനിങ്ങനെ ചോദിക്കുകയും കനകയും കൂടി ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവും, ഇതൊന്നും കാണാൻ പറ്റാതെ അവൾ എവിടെയെങ്കിലും മാറി നിന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശ് നമ്മുടെ അനിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയായിരുന്നു, തൻ്റെ ജീവിതകഥകളൊക്കെ പറഞ്ഞിട്ട്, നിനക്കറിയാലോ ഞാൻ കല്യാണം കഴിക്കാനിരുന്നത് നവ്യയല്ലേ, പക്ഷെ അവസാന നിമിഷം നയനയല്ലേ കല്യാണം കഴിക്കേണ്ടി വന്നതെന്നും പിന്നെ സംഭവിച്ചതൊക്കെ നിനക്കറിയാലോ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അത് ഏട്ടൻ്റെ ഭാഗ്യമാണ് നയനടുത്ത് കിട്ടിയത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ജീവിതം ഇപ്പോഴല്ലേ ഒന്ന് ശരിയായത്, അത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അനിയെ ആദർശ്. പക്ഷെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെയാണ് അനിയും നിൽക്കുന്നത്. പിന്നീട് ജലജ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ദേവയാനി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ ദേവയാനിയോട് പറയാണ്, നമ്മുടെ മരുമകൾ വരികയാണ്,
എല്ലാം കൊണ്ട് തികഞ്ഞ മരുമകളാണ് വരുന്നത്. എന്നാലും ഒരു പൊടിക്കൊന്ന് എന്താ പറയുക, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ബാക്കിയുള്ളവളുമാരെ പോലെയാണോ എന്നറിയാൻ കുറച്ച് സമയം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി അനാമിക ഭയങ്കര നല്ലവളാണ് എന്നുള്ള മട്ടിലാണ് സംസാരമൊക്കെ. അനാമികയെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ള മട്ടിലാണ് ദേവയാനി നിൽക്കുന്നത്. നല്ല കുടുംബത്തിലുള്ള പിറന്ന പെണ്ണാണെന്നും ഒരുപാട് കാശൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വിചാരം. അങ്ങനെ ബാക്കി എന്താന്ന് നമുക്ക് കണ്ടറിയാലോ. ഇനിയുള്ള എപ്പിസോഡിലേക്ക് എന്തൊക്കെയാണ് വരാൻ നമുക്ക് കണ്ടറിയാം. ഏതായാലും അങ്ങനെയൊക്കെയാണ് ദേവയാനി ഇങ്ങനെ പറയുന്നത്. ബാക്കിയുള്ള 2 മരുമക്കളെയും താഴ്ത്തി കെട്ടി അനാമികയും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് അവർ. അങ്ങനെ അബിനെ കാണാതെ കുറിച്ചിട്ടുള്ള സംസാരമാണ് പിന്നീട് ഉണ്ടായത്. അബി ഹോസ്പിറ്റലാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ അവിടെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അച്ഛനും അനാമികയുമായി സംസാരിക്കുകയാണ്. ഇതുവരെ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ താലികെട്ട് കൂടി കഴിഞ്ഞാൽ മതി, അവൻ അതിനിടയിലൊന്നും വരില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ പേടിക്കേണ്ട, ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അയാൾക്കറിയാലോ, അപ്പോൾ അവരോട് മുട്ടാൻ നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം സമാധാനിക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കാമെന്നൊന്നും അറിയില്ല. പിന്നീട് നവ്യ ഇങ്ങനെ കനകയോട് പറയുന്നുണ്ട്, എനിക്ക് കാണുന്നതൊന്നും അത്ര സഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എപ്പോഴും ഏത് സമയവും ഞങ്ങളെ 2 പേരെയും അവർ താഴ്ത്തി കിട്ടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയമ്മ പോട്ടെ, അവരെ ഞാൻ നിലക്ക് നിർത്തും, പക്ഷെ ആദർശേട്ടൻ്റെ അമ്മ വല്ലാണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്നും ഞാനേ ഒന്നും തിരിച്ചു പറയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവിടേക്ക് അച്ഛൻ വരുന്നുണ്ട്. അപ്പം അച്ഛനിങ്ങനെ പറയാണ്, അമ്മയും കൂടി ഇങ്ങനെ പറയാണ്, അത് മോളെ നിങ്ങൾ 2 നേരായി വയ്ക്കില്ലല്ലോ പോയത്, അപ്പം ഇപ്പം വരുന്നവളാണല്ലോ എന്താ നേരായൊക്കെ വരുന്നത്, അപ്പം അവരങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും, നിങ്ങൾ പൊടിക്കൊന്ന് ഒതുങ്ങിക്കോ എന്ന് അച്ഛൻ പറയുമ്പോൾ നവ്യ അതൊന്നും ശരിവെച്ച് കൊടുക്കുന്നില്ല. ഏതായാലും നവ്യയോട് കളിച്ചാൽ കളി മാറുന്നുള്ള രീതിയിൽ തന്നെയാണ് നവ്യ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊരു സ്വാമി വരികയും മോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞില്ലല്ലോ സ്വാമി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്കറിയാം മോളുടെ പ്രശ്നം, സ്നേഹിച്ച ആൾ തന്നെ മോളെ കല്യാണം കഴിക്കുമെന്നും കുറച്ച് വൈകിയാണെങ്കിലും അത് സംഭവിക്കുമെന്നും മോൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവൻ്റെ കൂടെ തന്നെ ആയിരിക്കുമെന്നും അയാൾക്കും ശാശ്വത ജീവിതം മോളുടെ കൂടെ തന്നെ ഉണ്ടാവൂ എന്നും ആ സ്വാമി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്കങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് നന്ദു പറയുന്നുണ്ടെങ്കിലും സ്വാമി പറയുന്നുണ്ട്, അത് വിധിയല്ലേ, നമുക്ക് തടുക്കാനാവില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അനിയുടെ ജീവിതം നന്നായി പോകാനും അനാമികയുമായുള്ള ജീവിതം നന്നായി ഒത്തുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാവം നന്ദു വളരെ വിഷമത്തിലാണെങ്കിലും അനിയുടെ ജീവിതം ഒന്നും താറുമാറാവാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും എന്താ പറയുക, അനാമികയെ കല്യാണം കഴിക്കുമായിരിക്കും, പക്ഷെ എന്നാലും രണ്ട് താലികെട്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ പിന്നീട് നന്ദുവിനെ കല്യാണം കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. ഓക്കെ, താങ്ക് യു.